അപ്പോൾ ഇന്ന് നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിന്റെ പ്രോബ്ലം ചെയ്യണം. നമ്മൾ ഇന്നലെ തിയറി നോക്കി, ഡെറിവേഷൻസ് നോക്കി. അപ്പോൾ ഇന്ന് അതിന്റെ പ്രോബ്ലംസ് ചെയ്യണം. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ ഇക്വേഷൻസ്, നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻസ്, ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം ഒന്ന് പരിചയപ്പെടാം. വേണ്ടുന്ന ഇക്വേഷൻസ് മാത്രം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിലെ ഒന്നാമത്തെ ഇക്വേഷൻ Q, ഹീറ്റിന്റെ ഇക്വേഷൻ. ഹീറ്റ് Q ഈസ് ഇക്വൽ ടു U A ഡെൽറ്റ ടി എൽ എം. ഇത് ഒരു മെയിൻ ഇക്വേഷൻ ആണ്, ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ മെയിൻ ഇക്വേഷൻ ആണ്. ഇത് LMTD വെച്ച് ചെയ്യുവാണെങ്കിലുള്ള ഹീറ്റിന്റെ ഇക്വേഷൻ ആണ്. LMTD മെത്തേഡ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിന്റെ ഇക്വേഷൻ ആണ് Q ഈസ് ഇക്വൽ ടു U A ഡെൽറ്റ ടി എൽ എം. ഇതിൽ U എന്ന് പറഞ്ഞ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ്. U എന്ന് പറഞ്ഞാൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. അത് ഒന്നുകിൽ ചോദ്യത്തിൽ അതിന്റെ വാല്യൂ ഡയറക്റ്റ് തരും, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അത് ഞാൻ പറയാം. അതുപോലെ എ എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ സർഫസ് ഏരിയ ആണ്. അത് പൈ ഡി എൽ ആണ്. പെരിമീറ്റർ ഇൻടു ലെങ്ത് എന്നുള്ള അർത്ഥത്തിൽ പൈ ഡി എൽ ആണ് എയുടെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ തന്നെ ഒരു ചെറിയ കാര്യമുണ്ട്. യു ഒ ആണെങ്കിൽ ഔട്ടർ സർഫസ് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ AO എടുക്കണം, ഔട്ടർ സർഫസ് ഏരിയ എടുക്കണം. ഇന്നർ സർഫസ് ഏരിയ വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ UI ആണ് എടുക്കുന്നതെങ്കിൽ ഇന്നർ സർഫസ് ഏരിയയും എടുക്കണം. അതും കൂടെ ജസ്റ്റ് ഓർത്തോളുക. അപ്പൊ അതിന്റെ UOയുടെയും UIയുടെയും ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഇത്തിരി വലിയ ഇക്വേഷനാ, നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാലേ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് U തരുവാണെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പോൾ U തരാതെ കൺവെക്ഷൻ കോഎഫിഷ്യന്റ്, നമ്മൾ ഇന്നലെ നോക്കിയപ്പോൾ മനസ്സിലായിരുന്നു അതിന്റെ മെക്കാനിസം എങ്ങനെയായിരുന്നു. ഒരു കൺവെക്ഷൻ വരും, ഒരു കണ്ടക്ഷൻ വരും, അത് കഴിഞ്ഞൊരു കൺവെക്ഷൻ വരും. അങ്ങനെയാണ് ഇന്നർ ട്യൂബിനകത്ത് കിടക്കുന്ന ഹീറ്റ് അങ്ങ് ഔട്ടർ ട്യൂബിൽ അവിടെ കിടക്കുന്ന ഫ്ലൂയിഡിലേക്ക് വരുന്നത്, ഹീറ്റ് വരുന്നത്. 3 മോഡ് വരും. പിന്നെ ചിലപ്പോൾ ഫൗളിങ്ങും വരും. അപ്പൊ അഡീഷണൽ 2 കൂടെ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ വാല്യൂസും നമുക്ക് തന്നിരിക്കും. കൺവെക്ഷൻ കോഎഫിഷ്യന്റ്, അതുപോലെ കണ്ടക്ടിവിറ്റി, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ തന്നിരിക്കും. തന്നു കഴിഞ്ഞാൽ നമ്മൾ U കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. 2 ഇക്വേഷൻ ഉണ്ട്, അതിൽ ഏതെടുത്താലും മതി. അപ്പോൾ ഒന്നിന്റെ ഇക്വേഷൻ 1/UO എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇത് ഞാൻ ഡേറ്റാ ബുക്കിൽ നിന്ന് എഴുതി വെച്ചേക്കുന്ന ഇക്വേഷനാണ്. ഡേറ്റാ ബുക്കിൽ ഉള്ളവർക്ക് കാണാൻ പഠിക്കൊന്നും വേണ്ട, ഡേറ്റാ ബുക്ക് നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഡേറ്റാ ബുക്കിൽ ഇക്വേഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 1/UO. UO എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഔട്ട്സൈഡ് സർഫസ് ഏരിയ. ഇന്നർ ട്യൂബിന്റെ ഔട്ട്സൈഡ് സർഫസ് ഏരിയ വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ബേസ്ഡ് ഓൺ ഔട്ടർ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ UO ഈസ് ഇക്വൽ ടു 1/HO. HO എന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ കോഎഫിഷ്യന്റ് അറ്റ് ദ ഔട്ടർ സർഫസ്. RFO എന്ന് പറയുന്നത് ഫൗളിംഗ് ഫാക്ടർ ആണ്. RFO എന്ന് പറയുന്നത് ഫൗളിംഗ് ഫാക്ടർ അറ്റ് ദ ഔട്ട്സൈഡ് സർഫസ്, അതാണ് RFO. അത് തന്ന് ഫൗളിംഗ് കൺസിഡർ ചെയ്യേണ്ട ചോദ്യത്തിൽ മാത്രം മതി. ഫൗളിംഗ് തന്നിട്ടില്ലെങ്കിൽ ഇത് എടുക്കണ്ട, ഈ ഒരു ടേം എടുക്കണ്ട. അതുപോലെ അടുത്തത് RO/K. K എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ടക്ടിവിറ്റി തന്നിരിക്കും. ലോഗ് RO/RI പ്ലസ് RO/RI ഇൻറ്റു RFI. RFI എന്ന് പറഞ്ഞാൽ ഇന്നർ സർഫസിലെ ഫൗളിംഗ് ഫാക്ടർ. അതും തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, തന്നിട്ടില്ലെങ്കിൽ അത് ആ ടേം എടുക്കണ്ട. പ്ലസ് RO/RI ഇൻറ്റു 1/HI. ഇപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം, ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കുക. അതല്ലെങ്കിൽ 1/UI. ഇതെന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് സർഫസ് ഏരിയ, അടുത്തത് UI ഇൻസൈഡ് സർഫസ് ഏരിയയിലുള്ളത്. അതിന് ഇക്വേഷൻ 1/HI പ്ലസ് RFI പ്ലസ് RI/K ഇൻറ്റു ലോഗ് RO/RI പ്ലസ് RI/R0 RFO പ്ലസ് RI/RO ഇൻറ്റു 1/HO. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ 1/UOയും 1/UIയും കിട്ടും. ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി, 1/UO അല്ലെങ്കിൽ 1/UI. ഇനി ഇത് എന്നിട്ട് തിരിച്ച് അതിന്റെ ഇൻവേഴ്സ് എടുക്കണം, അപ്പോഴേ നമുക്ക് UO കിട്ടത്തുള്ളൂ, എന്നാലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഡേറ്റാ ബുക്കിൽ നിന്ന് എഴുതിയേക്കുന്നത് കൊണ്ടാണ് ഈ 1/UO എന്നുള്ള രൂപത്തിൽ തന്നെ ഇട്ടേക്കുന്നത്. അങ്ങനെ ഡേറ്റാ ബുക്കിൽ കിടന്നത് ഇക്വേഷൻ. ഓക്കെ. അതുപോലെ അടുത്ത ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏരിയ നിങ്ങൾക്കറിയാം, സർഫസ് ഏരിയയുടെ ഇക്വേഷൻ പൈ DI ഇൻറ്റു L. അത് ഏത് ഏരിയയാണ്? പൈ DI ഇൻറ്റു L എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് സർഫസ് ഏരിയ പൈ DI ഇൻറ്റു L. അതുപോലെ ഔട്ട്സൈഡ് സർഫസ് ഏരിയ പൈ DO ഇൻറ്റു L. അത് ഏതാണ് നമുക്ക് ഡയമീറ്റർ തരുന്നത് അതനുസരിച്ച് എടുത്തോണം, അത്രേ ഉള്ളൂ കേട്ടോ. ഏത് ഡയമീറ്റർ ആണ്, ഇൻസൈഡ് ഡയമീറ്റർ ആണ് തരുന്നതെങ്കിൽ ഇൻസൈഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക, ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ് തരുന്നതെങ്കിൽ ഔട്ട്സൈഡ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി
ഇൻസൈഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ യു ഐ എന്ന് പറയുന്നതേ കണ്ടുപിടിക്കാവൂ. ഔട്ട്സൈഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ യു ഒ എ കാൽക്കുലേറ്റ് ചെയ്യാവൂ. അതായത് എ ഒ ആണെങ്കിൽ യു ഒയും കാൽക്കുലേറ്റ് ചെയ്യണം, എ ഐ ആണെങ്കിൽ യു ഐയും കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഓർത്തോണം. ഏത് കാൽക്കുലേറ്റ് ചെയ്താലും മതി. ഇനി അടുത്തത്, ഇത് നമ്മൾ പഠിച്ചതാ എനർജി ബാലൻസ് ഇക്വേഷൻ. ഹോട്ട് ഫ്ലൂയിഡിന് നഷ്ടപ്പെടുന്ന ഹീറ്റ് അതേപോലെ കോൾഡ് ഫ്ലൂയിഡിന് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു വസ്തുവിന് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിന് നഷ്ടപ്പെടുന്ന ഹീറ്റിന്റെ ഇക്വേഷൻ എം സി പി ഡെൽറ്റ ടി ആണെന്നും പറഞ്ഞു. അപ്പൊ ഇക്വേഷൻ വരുന്നത് ഹോട്ട് ഫ്ലൂയിഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എം എച്ച് സി പി എച്ച് ടി എച്ച് ഐ മൈനസ് ടി എച്ച് ഒ. അതേ ഹീറ്റ് കോൾഡ് ഫ്ലൂയിഡിന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം സി സി പി സി ടി സി ഒ മൈനസ് ടി സി ഐ. ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് LMTD മെത്തേഡിന്റെ കണക്കുകളിൽ നമുക്ക് മിക്കപ്പോഴും 3 ടെമ്പറേച്ചറെ തരത്തുള്ളൂ. ഏതെങ്കിലും 3 ഒന്ന് THI തരും, THO തരും, TCI തരും. നമുക്ക് 4ാമത്തെ ടെമ്പറേച്ചറും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഡെൽറ്റ ടി എല്ലാം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നലെ ഡെറിവേഷൻ ചെയ്തപ്പോൾ മനസ്സിലായി. അപ്പൊ 4ാമത്തെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് അൺനോൺ ആയിട്ടുള്ള സംഭവം കണ്ടുപിടിക്കാം. അപ്പൊ അത് ഓർത്തുകൊള്ളുക. അതുപോലെ ഹീറ്റ് കണ്ടുപിടിക്കാനും പറ്റും. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ആരെയും കൂടെ കണ്ടുപിടിക്കാം, ഹീറ്റും കൂടെ കണ്ടുപിടിക്കാം. അപ്പൊ വേറൊരു കാര്യം ഓർത്തോണം, ഈ സി പി എന്ന് പറയുന്നത് ജൂൾ പെർ കിലോഗ്രാം കെൽവിനിൽ തന്നെ ഇടാം. ചിലപ്പോൾ ചോദ്യത്തിൽ കിലോ ജൂളിലായിരിക്കും ചോദ്യത്തിൽ തരുന്നത്. അപ്പൊ നിങ്ങൾ അതിനെ ജൂളിലാക്കി അങ്ങ് ചെയ്തോണം, തെറ്റിപ്പോവും ആൻസർ. ഓക്കെ, അപ്പൊ അത് ആയി. ഇനി അടുത്തത് LMTDയുടെ ഇക്വേഷൻസ്. LMTD മെത്തേഡിലുള്ള നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ്. LMTD മെത്തേഡിന്റെ ഇക്വേഷൻ നമ്മൾ ഇന്നലെ നോക്കിയതാണ്. പാരലൽ ഫ്ലോയും ഉണ്ട്, അതുപോലെ കൗണ്ടർ ഫ്ലോയും ഉണ്ട്. പാരലൽ ഫ്ലോയുടെ ഡെൽറ്റ ടി LMന്റെ ഇക്വേഷൻ ഡെൽറ്റ ടി 1 മൈനസ് ഡെൽറ്റ ടി 2 ഡിവൈഡഡ് ബൈ ലോഗ് ഡെൽറ്റ ടി 1 ബൈ ഡെൽറ്റ ടി 2. ഇത് രണ്ടിനും ഒരേപോലെ തന്നെ. ഇനി എന്തുവാണ് ഡെൽറ്റ ടി 1? നമ്മൾ ഇന്നലെ ഗ്രാഫിൽ കണ്ടതാണ്. ഡെൽറ്റ ടി 1 എന്ന് പറഞ്ഞാൽ THI മൈനസ് TCIയും ഡെൽറ്റ ടി 2 എന്ന് പറയുന്നത് THO മൈനസ് TCOയും ആണ്. ഏതിന്റെ കേസിൽ? പാരലൽ ഫ്ലോയുടെ കേസിൽ. അപ്പൊ പാരലൽ ഫ്ലോയുടെ കേസിൽ ഡെൽറ്റ ടി 1ഉം ഡെൽറ്റ ടി 2 എന്തുവാണെന്നുള്ളത് ഓർത്തോളുക. അതുപോലെ കൗണ്ടർ വന്നാൽ ഇക്വേഷൻ സെയിം തന്നെ. ഈ ഇക്വേഷൻ സെയിം തന്നെ ഇവിടെ. പക്ഷേ ഡെൽറ്റ ടി 1ൽ മാറ്റം വരും. ഡെൽറ്റ ടി 1 എന്ന് പറഞ്ഞാൽ അവിടുത്തെ കേസിൽ നമുക്ക് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും THI മൈനസ് TCO എന്നാണ് നടക്കുന്നത്. കാരണം ഒരെണ്ണം ഒരു സൈഡിലും മറ്റേത് ഓപ്പോസിറ്റ് സൈഡിലും ഒക്കെ കയറുന്നത്. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ ടി 1 എന്ന് പറഞ്ഞാൽ THI മൈനസ് TCOയും ഡെൽറ്റ ടി 2 എന്ന് പറയുന്നത് THO മൈനസ് TCIയും എന്നാണ്. അപ്പൊ ഇത് അറിഞ്ഞിരിക്കുക. അപ്പോൾ പാരലലായി, അതുപോലെ കൗണ്ടറായി. ഇനി അടുത്തത്, ഇത് രണ്ടും ട്യൂബ് ഇൻ ട്യൂബ് ടൈപ്പ് ആണ് നമ്മളിപ്പോ ഈ പഠിച്ചത്. ഇനി ചിലപ്പോ ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറോ ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറോ, ഞാൻ തിയറി പറഞ്ഞതാ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞതാ. ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ റേഡിയേറ്റർ ക്രോസ് ഫ്ലോ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ബോയിലർ, അങ്ങനെയൊക്കെയുള്ള സാധനം ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ആയിരിക്കും. അപ്പൊ ചോദ്യത്തെ എടുത്ത് പറയുന്നത് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറോ ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറോ ആണെങ്കിൽ ക്യൂവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ക്യൂവിന്റെ ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പോ ക്രോസ് ഫ്ലോയോ ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പോ വന്നാൽ Q ഈക്വൽ ടു, പുതിയൊരാൾ വന്നു, എഫ് യു എ ഡെൽറ്റ ടി എല്ലാം എന്നാണ് നമ്മൾ പഠിച്ചത്. യു എ ഡെൽറ്റ ടി എല്ലാം ആരുടെ വേണം? കൗണ്ടറിന്റെ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ ഡെൽറ്റ ടി എല്ലാം കണ്ടുപിടിക്കുമ്പോൾ അത് കൗണ്ടറിന്റെ ഡെൽറ്റ ടി എല്ലാം, കൗണ്ടർ ഫ്ലോയുടെ ഡെൽറ്റ ടി എല്ലാം തന്നെ കണ്ടുപിടിക്കുക. അത് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഈ സാധനം. അതിന്റെ കൂടെ എഫ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ആണ്. അതിനെ നമ്മൾ കറക്ഷൻ ഫാക്ടർ എന്നാണ് വിളിക്കുന്നത്. ഇത് ചോദ്യത്തിൽ തന്നിരിക്കും നിങ്ങൾക്ക്. ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ നേരത്തെ വരെ ഡേറ്റ ബുക്ക് യൂസ് ചെയ്യുന്നതായിരുന്നെങ്കിൽ ഡേറ്റ ബുക്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഗ്രാഫ് ഉണ്ടായിരുന്നു. എഫ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു. ആ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡേറ്റ ബുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഈ എഫിന്റെ വാല്യൂ ചോദ്യത്തിൽ തന്നിരിക്കും. ഓക്കെ, അപ്പൊ എഫിന്റെ വാല്യൂ തന്നാൽ യു എ ഡെൽറ്റ ടി എൽ എം ഓഫ് കൗണ്ടർ ഫ്ലോയുടെ കൂടെ എഫ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ക്യൂ കിട്ടും. ഏതിന്റെ കേസിലാണ്? ക്രോസ് ഫ്ലോയും ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറും. ഓക്കെ, അപ്പം LMTD മെത്തേഡിന്റെ കാര്യങ്ങളായി. അടുത്തത് NTU മെത്തേഡിലേക്ക് കിടക്കാം. NTU മെത്തേഡിന്റെ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത്, ക്യൂവിന്റെ ഇക്വേഷൻ ആദ്യം നോക്കാം. ക്യൂവിന്റെ ജനറൽ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു THI മൈനസ് TCI. ഇതാണ് ക്യൂവിന്റെ NTU മെത്തേഡിൽ Q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു THI മൈനസ് TCI. ഇനി ഒരു കണക്ക് വന്നാൽ നമുക്ക്
ചിലപ്പോൾ പറയത്തില്ല LMDD മെത്തേഡ് വെച്ച് ചെയ്യണോ NTU മെത്തേഡ് വെച്ച് ചെയ്യണോ എന്ന് പറയത്തില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ 3 ടെമ്പറേച്ചറോ അതിൽ കൂടുതലോ 3 or 4 ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് LMDD വെച്ച് ചെയ്താൽ മതി. LMDD വെച്ച് ചെയ്യാൻ പറ്റും. അതേസമയം 2 ടെമ്പറേച്ചറുകളെ ഉള്ളെങ്കിൽ ഈ 2 ടെമ്പറേച്ചർ THIയും TCIയും മാത്രമേ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഓർത്തോണം അവിടെ NTU മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഓർത്തോണം. അപ്പോൾ Q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം എന്തോന്നൊക്കെ പറഞ്ഞതാ. MCPയുടെ മിനിമം വാല്യൂനെയാണ് സി മിനിമം എന്ന് വിളിക്കുന്നത്. അപ്പൊ സി മിനിമം ഇൻറ്റു THI മൈനസ് TC. അപ്പൊ ഇത് നോക്കി അറിയാം, 2 ടെമ്പറേച്ചർ മതി. 2 ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഹീറ്റ് കണ്ടുപിടിക്കാം. ഇനി ആരെ വേണം നമുക്ക്? എഫക്റ്റീവ്നെസ് വേണം. അതിന് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. പാരലൽ ഫ്ലോയുടെ എഫക്റ്റീവ്നെസിന്റെ ഇക്വേഷൻ 1 മൈനസ് EXP എന്ന് പറഞ്ഞാൽ E മൈനസ് N 1 പ്ലസ് C ഡിവൈഡഡ് ബൈ 1 പ്ലസ് C. അതിൽ N എന്ന് പറഞ്ഞാൽ NTU ആണ്. NTU ഇക്വേഷൻ UA ബൈ C മിനിമം ആണ്. അതുപോലെ C എന്ന് പറഞ്ഞാൽ C മിനിമം ബൈ C മാക്സിമം ആണ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇപ്പൊ പാരലൽ ഫ്ലോയുടെ എഫക്റ്റീവ്നെസ് ഇക്വേഷൻ ഇത്. അതുപോലെ കൗണ്ടർ ഫ്ലോയുടെ എഫക്റ്റീവ്നെസ് ഇക്വേഷൻ കൂടെ പഠിച്ചു വെക്കുക. അത് ഡെറൈവ് ചെയ്ത് കിട്ടുന്നതാണ് 1 മൈനസ് EXP മൈനസ് N ഇൻറ്റു ഇവിടുത്തെ ഇതേ വാല്യൂ തന്നെ ഇവിടെ വരും, പക്ഷെ ഇവിടെ 1 മൈനസ് E എന്ന് വരും. ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ പ്ലസ് വരുന്നു, ഇവിടെ മൈനസ് വരുന്നു. ഡിവൈഡഡ് ബൈ ഇതേ വാല്യൂ തന്നെ നിങ്ങൾ എഴുതുക. ഈ മേളിൽ കിടക്കുന്ന വാല്യൂ തന്നെ താഴെ എഴുതുക. പക്ഷെ ഈ EXPയുടെ തൊട്ട് മുമ്പ് ഒരു സിയും കൂടെ ഇട്ട് കൊടുക്കുക. 1 മൈനസ് C ഇൻറ്റു EXP ഇൻറ്റു മൈനസ് N 1 മൈനസ് C ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു സിയും കൂടെ അഡീഷണൽ അടിയിൽ വരും. അപ്പൊ ഇതാണ് കൗണ്ടർ ഫ്ലോയുടെ എഫക്റ്റീവ്നെസിന്റെ ഇക്വേഷൻ. അപ്പൊ ഇത്ര ഇക്വേഷൻസ് ആണ് നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം, ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ആദ്യത്തെ ചോദ്യം. എ ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് റിക്വയർഡ് ടു കൂൾ 55,000 kilogram per hour of alcohol from 66 degrees Celsius to 40 degrees Celsius using 40,000 kilogram per hour of water entering at 5 degrees Celsius. Calculate exit temperature of water, heat transfer rate, surface area required for parallel flow and counter flow heat exchanger. Take overall heat transfer coefficient U is equal to 580 watt per meter square Kelvin. CP of alcohol is equal to 3760 joule per kilogram Kelvin. CP of water is equal to 4180 joule per kilogram Kelvin. അപ്പൊ ഇതാണ് ചോദ്യം. സംഭവം ഹീറ്റ് എക്സ്ചേഞ്ചർ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആൽക്കഹോളിനെ കൂൾ ചെയ്യാൻ. ആൽക്കഹോളിനെ 66 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്യണം. ആരെ വെച്ചിട്ടാ കൂൾ ചെയ്യുന്നത്? വാട്ടർ വെച്ചിട്ട്. വാട്ടർ കയറുന്ന ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്, 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏതാണ് ഹോട്ട് ഫ്ലൂയിഡ്, ഏതാണ് കോൾഡ് ഫ്ലൂയിഡ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആരെയാണോ തണുപ്പിക്കേണ്ടത് അയാളാണ് ഹോട്ട് ഫ്ലൂയിഡ്. അപ്പൊ ഇവിടുത്തെ കേസിൽ ആൽക്കഹോൾ ആയിരിക്കും ഹോട്ട് ഫ്ലൂയിഡ്, വാട്ടർ വെച്ചിട്ടാണ് തണുപ്പിക്കുന്നത്. അപ്പൊ വാട്ടർ ആയിരിക്കും കോൾഡ് ഫ്ലൂയിഡ്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ അതനുസരിച്ച് നൊട്ടേഷൻ കൊടുത്ത് ഗിവൺ ഡേറ്റ എഴുതാൻ. അപ്പൊ നമുക്ക് ചെയ്യാം. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് എക്സിറ്റ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ കോൾഡ് ഫ്ലൂയിഡ് ആണ്. വാട്ടറിന്റെ എക്സിറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ TCO കണ്ടുപിടിക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ Q കണ്ടുപിടിക്കുക. സർഫസ് ഏരിയ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ A കണ്ടുപിടിക്കുക. അത് 2 കേസ് ആയിട്ട് ചെയ്യണം. പാരലൽ ഫ്ലോയുടെയും ചെയ്യണം, അതുപോലെ കൗണ്ടർ ഫ്ലോയുടെയും ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. U ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഗിവൺ ഡേറ്റ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ഏതൊക്കെയാണ് ഹോട്ട് ഫ്ലൂയിഡ് കോൾഡ് ഫ്ലൂയിഡ് എന്ന് ഐഡന്റിഫൈ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതിയേക്കാം. ഇവിടുത്തെ കേസിൽ ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്
ആൽക്കഹോൾ ആണ്. അതുപോലെ കോൾഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ വാട്ടർ ആണ്. ഇത് ഐഡന്റിഫൈ ചെയ്തു. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് എന്നിരിക്കുന്നത് ആൽക്കഹോളിന്റെ മാസ് ഫ്ലോ റേറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ m.h ആയിരിക്കും. അത് 55,000 കിലോഗ്രാം പെർ അവർ എന്നാണ് തന്നിരിക്കുന്നത്. കിലോഗ്രാം പെർ അവർ SI യൂണിറ്റ് അല്ല, കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് SI യൂണിറ്റ്. പെർ അവറിനെ പെർ സെക്കൻഡ് ആക്കാൻ 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് കിട്ടും, ഓർത്തോളുക. അതുപോലെ m.c തന്നിട്ടുണ്ട്. കോൾഡ് ഫ്ലൂയിഡിന്റെ അതായത് വാട്ടറിൻ്റെത് അത് 40,000 ആണ്. 40,000 അതും കിലോഗ്രാം പെർ അവറിലാണ്. അതിനെ നമ്മൾ കിലോഗ്രാം പെർ സെക്കൻഡിലാക്കണം. ഡിവൈഡഡ് ബൈ 3600. ഇനി ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ആൽക്കഹോളിന്റെ ടെമ്പറേച്ചർ കയറുന്നത് 66, ഇറങ്ങുന്നത് 40. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ ഹോട്ട് ഫ്ലൂയിഡ് ആണ്. അപ്പൊ THI എന്ന് പറയുന്നത് 66 ഡിഗ്രി സെൽഷ്യസും അതുപോലെ THO എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസും ആണ്. അതുപോലെ TCI തന്നിട്ടുണ്ട്. വെള്ളം കയറുന്ന ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 5 ഡിഗ്രി സെൽഷ്യസും ആണ്. ഇവിടുത്തെ കേസിൽ TCO എന്ന് പറയുന്നത് അൺനോൺ ആണ്, തന്നിട്ടില്ല. പിന്നെ ഗിവൺ ഡേറ്റയിലുള്ളത് U തന്നിട്ടുണ്ട്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് U ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കേസിൽ മിക്കപ്പോഴും ഡയറക്റ്റ് തരാനാണ് സാധ്യത, ഡേറ്റ ബുക്ക് നോക്കി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. U = 580 Watt/m²Kelvin U തന്നിട്ടുണ്ട്. അതുപോലെ CP ഓഫ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ CPH ആണ്, അത് തന്നിരിക്കുന്നത് 3760 Joule/kg/Kelvin. അതുപോലെ CP ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ അത് കോൾഡ് ഫ്ലൂയിഡ് ആണ്. CPC = 4180 Joule/kg/Kelvin. അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ LMTD മെത്തേഡ് വെച്ചിട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി LMTD മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന്? ഞാൻ പറഞ്ഞു 3 ടെമ്പറേച്ചറോ 4 ടെമ്പറേച്ചറോ തന്നാൽ LMTD മെത്തേഡ് ആയിരിക്കും. ഇവിടെ 3 ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ LMTD മെത്തേഡാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ TCO കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാലേ ചെയ്യാൻ പറ്റൂ. അതുപോലെ അത് ഒന്നാമത്തെ ചോദ്യമാണ്. TCO കണ്ടുപിടിക്കാൻ നമ്മൾ എനർജി ബാലൻസ് അപ്ലൈ ചെയ്യും. എനർജി ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോട്ട് ഫ്ലൂയിഡിന് നഷ്ടപ്പെടുന്ന ഹീറ്റ് ആണ് കോൾഡ് ഫ്ലൂയിഡ് ഗെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻ MH CPH THI - THO, ഹോട്ട് ഫ്ലൂയിഡിന് നഷ്ടപ്പെടുന്ന ഹീറ്റ് കിട്ടി. അത് തന്നെ കോൾഡ് ഫ്ലൂയിഡിന് കിട്ടും എന്ന് പറഞ്ഞാൽ MC CPC TCO - TCI. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് TCOയുടെ വാല്യൂ കിട്ടും. അപ്പം ഇതിനകത്ത് നമുക്ക് MH CPH THI THO അറിയാം, MC CPC TSCI അറിയാം. നമുക്ക് ഇത് സോൾവ് ചെയ്താൽ TCO കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് ഒന്നാമത്തെ ചോദ്യമാണ്. ഇനി TCO കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ തന്നെ ഇപ്പൊ ഈ നമ്മൾ ഇക്വേറ്റ് ചെയ്തതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. Q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നുകിൽ MH CPH THI - THO ആയിരിക്കും, അല്ലെങ്കിൽ MC CPC TCO - TC ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ Qന്റെ വാല്യൂ ആയി. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി Q കണ്ടുപിടിക്കുക. അടുത്തത് നമ്മളിത് ചോദിച്ചിരിക്കുന്നത് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, സർഫസ് ഏരിയ ഏത് ഇക്വേഷനിൽ കിടപ്പുണ്ട്? ഹീറ്റ് Q = LMTDയുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ Q = UA ΔTLM എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതിൽ ഈ ഏരിയ കിടപ്പുണ്ട്, സർഫസ് ഏരിയ കിടപ്പുണ്ട്. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ ഏരിയ കിട്ടത്തില്ലേ? കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 2 കേസ് ആയിട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്ന് പാരലൽ ഫ്ലോ. പാരലൽ ഫ്ലോ എന്ന് ഹെഡിങ് കൊടുക്കുക. അതിന്റെ ΔTLM നിങ്ങൾ കണ്ടുപിടിക്കുക. പാരലൽ ഫ്ലോയുടെ ΔTLMന്റെ ഇക്വേഷൻ ΔT1 - ΔT2 ഡിവൈഡഡ് ബൈ log ΔT1/ΔT2 എന്നാണ്. ഇതിൽ തന്നെ ഈ ΔT1 എന്തുവാന്ന് നോക്കുക. ΔT1 എന്ന് പറഞ്ഞാൽ THI - TCIയും ΔT2 എന്ന് പറയുന്നത് THO - TCO ആണ്. ഈ ടെമ്പറേച്ചറുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ΔT1 ΔT2 കാൽക്കുലേറ്റ് ചെയ്യുക. അതെടുത്ത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് ΔTLM കണ്ടുപിടിക്കുക. അടുത്തത് Qന്റെ ഇക്വേഷൻ Q = നമുക്കറിയാം UA ΔTLM ആണ്. ഇതിൽ Q അറിയാം, U അറിയാം, ΔTLM അറിയാം. നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. സിമിലർ രീതിയിൽ നിങ്ങൾ ഏതും കൂടെ കണ്ടുപിടിക്കുക.
കൗണ്ടർ ഫ്ലോയും കൂടെ കണ്ടുപിടിക്കുക. സിമിലർ രീതി കൗണ്ടർ ഫ്ലോ ഇക്വേഷൻ. അപ്പൊ അതിൽ ഡെൽറ്റ ടി എല്ലാം ഈ പഴയ ഇക്വേഷൻ തന്നെ. ഏതാ? ഡെൽറ്റ ടി 1 മൈനസ് ഡെൽറ്റ ടി 2 ഡിവൈഡഡ് ബൈ ലോഗ് ഡെൽറ്റ ടി 1 ബൈ ഡെൽറ്റ ടി 2 എന്നുള്ള സെയിം ഇക്വേഷൻ തന്നെ. പക്ഷേ ഡെൽറ്റ ടി 1ന്റെ വാല്യൂ ടി എച്ച് ഐ മൈനസ് ടി സി ഒയും ഡെൽറ്റ ടി 2ന്റെ വാല്യൂ ടി എച്ച് ഒ മൈനസ് ടി സി ഐ ആണെന്നുള്ളത് ഓർത്തുകൊള്ളുക. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതേപോലെ ക്യൂവിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അടുത്ത ഏരിയയും കിട്ടും. അപ്പൊ അതിന്റെ ഏരിയയും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലും കിടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത നമുക്ക് ഇച്ചിരി വലിയൊരു ചോദ്യം ചെയ്യാം. ചോദ്യം: a simple heat exchanger consisting of two concentric flow passages is used for heating 1110 kilogram per hour of oil. ഓയിലിനെയാണ് ഹീറ്റ് ചെയ്യേണ്ടത്. അതിന്റെ സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട്. ഓയിലിന്റെ സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട്. ഫ്രം എ ടെമ്പറേച്ചർ ഓഫ് 27 degree Celsius to 49 degree Celsius. The oil flows through the inner pipe. ഓയില് ഇതിലേക്കൂടെ, ഇതെല്ലാം എവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന നോക്കണം. ഓയില് ഇന്നർ പൈപ്പിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. മെയ്ഡ് ഓഫ് കോപ്പർ. ഔട്ടർ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ ഇന്നർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇന്നർ ട്യൂബിന്റെ ഔട്ടർ ഡയ ഇന്നർ ഡയ ആണെന്ന് ഓർത്തോളുക. ആൻഡ് ദ സർഫസ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓൺ ദ ഓയിൽ സൈഡ് ഈ 635 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, എച്ച് ആണ് തന്നിരിക്കുന്നത്. അത് എച്ച് ഐ ആണോ എച്ച് ഒ ആണോ, ഇന്നർ ട്യൂബിന്റെ അകത്താണോ ഇന്നർ ട്യൂബിന്റെ പുറത്താണോ എന്നുള്ളത് നോക്കുക. അതിന് പറയുന്നത് സർഫസ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓൺ ദ ഓയിൽ സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അടുത്ത് ആദ്യമേ അവർ പറഞ്ഞിട്ടുണ്ട് ഓയിൽ ഒഴുകുന്നത് ഇന്നർ പൈപ്പിൽ കൂടെയാണ്, ഇന്നർ ട്യൂബിൽ കൂടെയാണ് ഓയിൽ ഒഴുകുന്നത് എന്ന് പറഞ്ഞത്. അപ്പം ഇന്നർ ട്യൂബിന്റെ അകത്തുള്ള കാര്യം തന്നിരിക്കുന്നത്. അപ്പൊ ഇത് എച്ച് ഐ ആയിരിക്കും 635. ദ ഓയിൽ ഈസ് ഹീറ്റഡ് ബൈ ഹോട്ട് വാട്ടർ. ഓയിലിനെ നമ്മൾ ചൂടാക്കുന്നത് ഹോട്ട് വാട്ടർ ഉപയോഗിച്ചാണ്. സപ്ലൈഡ് അറ്റ് ദ റേറ്റ് ഓഫ് 390 കിലോഗ്രാം പെർ അവർ ആൻഡ് അറ്റ് ആൻ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് 93 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പം വാട്ടർ എൻ്റർ ചെയ്യുന്ന ടെമ്പറേച്ചർ 93 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ വാട്ടർ സൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. അപ്പോൾ വെള്ളം ഇതിലേക്കൂടെ ആയിരിക്കും, ഔട്ടർ പൈപ്പിൽ കൂടെ ആയിരിക്കും വെള്ളം ഒഴുകുന്നത്. അപ്പോൾ വാട്ടർ സൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അത് എച്ച് ഒയും ആയിരിക്കും. അത് 1270 ആണ്. അപ്പൊ ഇതിങ്ങനെയാണ് സംഭവം. ഇത് ഇന്നർ ട്യൂബ്, ഇത് ഇന്നർ ട്യൂബിന്റെ തിക്നെസ്. ഇനി ഇതിന്റെ ഏറ്റവും വെളിയിൽ ഔട്ടർ ട്യൂബ്. ഇതിലേക്കൂടെ വാട്ടർ ഒഴുകുന്നു, ഇതിലേക്കൂടെ ഓയിൽ ഒഴുകുന്നു. ഇങ്ങനെ അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാ, വാട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാ. അപ്പൊ ഇത് എച്ച് ഐയും വരും, ഇത് എച്ച് ഒയും വരും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ തന്നിരിക്കുന്നത് ടേക്ക് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ. കോപ്പറിന്റെ കെ തന്നിട്ടുണ്ട്, തെർമൽ കണ്ടക്ടിവിറ്റി 350 ആൻഡ് ദ ഫൗളിംഗ് ഫാക്ടർ. അടിപൊളി. ഫൗളിംഗ് ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഫൗളിംഗ് ഫാക്ടേഴ്സ് ഓൺ ദ ഓയിൽ ആൻഡ് വാട്ടർ സൈഡ്. ഓയിൽ സൈഡ് എന്ന് പറഞ്ഞാൽ അകമാണ്, അതുപോലെ വാട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്തെ ഭാഗമാണ്. അപ്പം RFIയും RFOയും ആണ് തന്നിരിക്കുന്നത്. ടു ബി 0.0001, 0.0004. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ? ലെങ്ത് കണ്ടുപിടിക്കുക. 4. നേരത്തെ പോലെ പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഒരുപാട് ഗിവൺ ഡേറ്റ ഒരുപാട് എണ്ണം കിടപ്പുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആരെ തന്നിട്ടില്ല, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് യു തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ യു കണ്ടുപിടിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ യു കണ്ടുപിടിക്കാനാ ഇത്രയും വാല്യൂസ് നമുക്ക് ഗിവൺ ഡേറ്റ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം, ഗിവൺ ഡേറ്റ എഴുതാം. given data
14.7. A simple heat exchanger consider 2 concentric flow passages is used for heating 1710 kg/h. അപ്പൊ ഇവിടുത്തെ ഹോട്ട് ഫ്ലൂയിഡ് ഏതാ കോൾഡ് ഫ്ലൂയിഡ് ഏതാന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഇവിടുത്തെ ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വെള്ളം വെച്ചിട്ടാ ചൂടാക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. ഓയിൽ ഈസ് ഹീറ്റഡ് ബൈ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഹോട്ട് വാട്ടർ ആണ് ഹോട്ട് ഫ്ലൂയിഡ്. അതുപോലെ കോൾഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓയിലാണ്. ഓയിലിനെ ഞാൻ ചൂടാക്കുന്നത്. അപ്പോൾ ഓയിലാണ് കോൾഡ് ഫ്ലൂയിഡ്. അപ്പം യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് 1710 kg/h ഓഫ് ഓയിൽ. ഓയിലിന്റെ മാസ് ഫ്ലോ റേറ്റ് ആണ് തന്നിരിക്കുന്നത് m.c. 1110 kg/h. അപ്പം ഡിവൈഡഡ് ബൈ 3600 kg/s ആക്കിക്കോണം. അതുപോലെ m.h ഹോട്ട് ഫ്ലൂയിഡിന്റെ തന്നിട്ടുണ്ട്. m.h 390 ഡിവൈഡഡ് ബൈ 3600 kg/s ആണ്. പിന്നെ ഫ്രം ഓയിലിന്റെ സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓയിലിന്റെ സ്പെസിഫിക് ഹീറ്റിന് നമുക്ക് CPC എന്ന് കൊടുക്കാം. ഓയിലിന്റെ സ്പെസിഫിക് ഹീറ്റ് തന്നിരിക്കുന്നത് 2.1 kJ ആണ്. അപ്പൊ 2.1 × 10⁻³ J/kg Kelvin. 2.1 kJ എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ മാറ്റാനാണ് കിലോയെ മാറ്റാനാണ് × 10⁻³ എന്ന് ഇട്ടേക്കുന്നത്. ഓയിലിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. കയറുന്ന ടെമ്പറേച്ചർ 27, ഓയിൽ ഇറങ്ങുന്ന ടെമ്പറേച്ചർ 49. അപ്പോ TCI 27°C, അതുപോലെ TCO എന്ന് പറയുന്നത് 49°C. പിന്നെ വാട്ടറിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. വെള്ളത്തിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ THI എന്ന് പറയുന്നത് 93°C ആണ്. 93°C. അതേസമയം THO നമുക്ക് ഇവിടെ തന്നിട്ടില്ല. നേരത്തെ പോലെ തന്നെ THO തന്നിട്ടില്ല. അതുപോലെ വെള്ളത്തിന്റെ CP വാല്യൂ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ദ വാട്ടർ സൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, വെള്ളത്തിന്റെ CP വാല്യൂ നമുക്ക് ഇവിടെ ഈ ചോദ്യത്തിൽ തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. CPH 4200, തരാത്ത കേസിൽ 4200 J/kg നിങ്ങൾ അങ്ങ് അസ്യൂം ചെയ്യണം. വെള്ളത്തിന്റെ CP വാല്യൂ ആണ്. വാട്ടറിന്റെ CP വാല്യൂ, വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിലെയും ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയതുകൊണ്ട് അതിന്റെ ഈ CP വാല്യൂ നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കണം. CP തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ അസ്യൂം ചെയ്യണം. 4200 J/kg എന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ ഇനി തന്നിരിക്കുന്നത് ഡയമീറ്ററുകൾ തന്നിട്ടുണ്ട്. ഇന്നർ ഡയമീറ്റർ, ഇന്നർ ട്യൂബിന്റെ ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.54 സെന്റിമീറ്റർ ഇൻറ്റു 10⁻² മീറ്റർ. അവിടുന്ന് നമുക്ക് ഈ ഡയമീറ്റർ അല്ല വേണ്ട, RI ആണ് വേണ്ടത്. അപ്പൊ RI = ഇതിന്റെ പകുതി 2.54 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁻². അതുപോലെ DO തന്നിട്ടുണ്ട്. ഔട്ടർ ഡയ തന്നിരിക്കുന്നത് 2.86 ഇൻറ്റു 10⁻² മീറ്റർ. അതിൽ നിന്ന് ROയും കണ്ടുപിടിക്കണം. 2.86 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁻². അത് കണ്ടുപിടിക്കാം. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓയിൽ സൈഡ് ആയതുകൊണ്ട് നമുക്ക് അതിന് HI എന്ന് കൊടുക്കാം. അകത്ത് കിടക്കുകയാണ്. 635 Wm²K. അതുപോലെ HO വാട്ടർ സൈഡിലെ തന്നിട്ടുണ്ട്. വാട്ടർ സൈഡിലേത് 1270 Wm²K ആണ്. പിന്നെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. കോപ്പറിന്റെ കണ്ടക്ടിവിറ്റി K എന്ന് പറയുന്നത് 350 ആണ്. 350 Wm²K. പിന്നെ ഇവിടെ ഫൗളിംഗ് ഫാക്ടറുകൾ തന്നിട്ടുണ്ട്. അത് ഓയിൽ സൈഡിലെ പറയുന്നത് RFI. ഫൗളിംഗ് ഫാക്ടർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന RF എന്നാണ്. ഓയിൽ സൈഡ് ഇന്നർ ആണ്, അതുകൊണ്ട് RFI എന്ന് പറയുന്നത് 0.0001. അതുപോലെ RFO തന്നിട്ടുണ്ട്. RFO = 0.0004. ഇത്രയുമാണ് ഇതിനകത്ത് ഗിവൺ ഡേറ്റ. അപ്പൊ ഇത്രയും ഗിവൺ ഡേറ്റ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അപ്പൊ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഏത് മെത്തേഡ് വെച്ചാൽ ചെയ്യേണ്ടത് നോക്കണം. ഏത് മെത്തേഡ് വെച്ചാണ് ചെയ്യേണ്ടത്? ഇതും LMDD മെത്തേഡ് വെച്ചാൽ. കാരണം നമുക്ക് 3 ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് U അങ്ങ് കണ്ടുപിടിക്കാം. U. അപ്പൊ ഇവിടെ എല്ലാ ഫാക്ടറുകളും തന്നിട്ടുണ്ട്. U ഡയറക്റ്റ് തരാത്തതുകൊണ്ട് U കണ്ടുപിടിക്കാൻ പറഞ്ഞു തന്ന ഇക്വേഷൻ എടുക്കണം. യുവിന്റെ ഇക്വേഷൻ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. 1/UO = ഇക്വേഷൻ
1/HO plus RFO plus RO/K log RO/RI plus RO/RI RFI plus RO/RI into 1/HI. ഇതാണ് ഇക്വേഷൻ. ഇതിനകത്തോട്ട് വാല്യൂസ് എല്ലാം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കിട്ടും. ഇതിനെ തിരിച്ചിട്ടിട്ട് നിങ്ങൾ UO എന്തുവെന്ന് കണ്ടുപിടിക്കണം. ഇതിന്റെ ഇൻവേഴ്സ് ഫുൾ വാല്യൂവിന്റെ ഇൻവേഴ്സ് എടുത്തിട്ട് നിങ്ങൾ UO എന്താന്ന് കണ്ടുപിടിക്കുക. അപ്പൊ UO ആയി. അടുത്തത് നമുക്ക് നാലാമത്തെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. അതിന് ഹീറ്റ് ബാലൻസ്, എനർജി ബാലൻസ് അപ്ലൈ ചെയ്യുക. MH CPH THI minus THO is equal to MC CPC TCO minus TCI. ഇതിൽ നിങ്ങൾ നോക്കുക, നമുക്ക് അറിഞ്ഞുകൂടാത്ത ടെമ്പറേച്ചർ THO ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ THOയുടെ വാല്യൂ കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഏതിന്റെ വാല്യൂ കിട്ടും? THOയുടെ വാല്യൂ കിട്ടും. ഇനി നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. പാരലൽ ഫ്ലോയുടെയും അതുപോലെ കൗണ്ടർ ഫ്ലോയുടെയും ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പാരലൽ ഫ്ലോ നോക്കാം. പാരലൽ ഫ്ലോ ഇക്വേഷൻ ലെങ്ത് എവിടെ കിടപ്പുണ്ടെന്ന് നോക്കണം. നമുക്ക് എഴുതാം. ഞാൻ ജസ്റ്റ് സൈഡിലോട്ടൊന്ന് എഴുതുവാണ്. Q is equal to UA delta TLM എന്നാണ് ഇക്വേഷൻ. ഇതിൽ തന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് സർഫസ് ഏരിയയാണ്. നമുക്കറിയാം സർഫസ് ഏരിയയുടെ ഇക്വേഷൻ πdl ആണ് ഇൻറ്റു ഡെൽറ്റ TLM. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ L എന്ന് പറയുന്നത് ഇതാ അടക്കുന്നു. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ മതി നമുക്ക് L കിട്ടും. Q കിട്ടിക്കഴിഞ്ഞാൽ Q കൂടെ കണ്ടുപിടിച്ച് വെച്ചേക്കാം ഇവിടെ. ഇപ്പോ ഇവിടെ നിങ്ങൾ Q കൂടെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കണം. Q is equal to ഇതിലെ ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചാൽ Q ആയി. അപ്പൊ Q കൂടെ കണ്ടുപിടിച്ച് വെച്ചേക്കാം, എന്നാലും ഇത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ Q ആയി. ഡെൽറ്റ TLM നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. U നമുക്ക് കിട്ടി. അപ്പോൾ A കിട്ടും, Aയിൽ നിന്ന് L കിട്ടും. ഇതാണ് മെത്തേഡ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇക്വേഷൻ എഴുതി. ആദ്യം നിങ്ങൾ ഡെൽറ്റ TLM കണ്ടുപിടിക്കുക. ഡെൽറ്റ T1 മൈനസ് ഡെൽറ്റ T2 ഡിവൈഡഡ് ബൈ ലോഗ് ഡെൽറ്റ T1 ബൈ ഡെൽറ്റ T2. ഇനി ഡെൽറ്റ T1 എന്തുവാ 2 എന്തോന്നും ഞാൻ എഴുതുന്നില്ല, കഴിഞ്ഞ കണക്കിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഡെൽറ്റ TLM കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സംശയം വരാൻ സാധ്യതയുള്ളത്, ഇവിടെ നമ്മളിപ്പോ UO ആണ് ഇപ്പൊ ഈ കണക്കിൽ ഇപ്പൊ കണ്ടുപിടിച്ചത്. UO ആണ് കണ്ടുപിടിച്ചതെങ്കിൽ Q is equal to ഇക്വേഷൻ എടുക്കേണ്ടത് UO AO അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. UO പൈ DOL ഇൻറ്റു ഡെൽറ്റ TLM. ഈ ഇക്വേഷൻ എടുക്കേണ്ടത്. അതായത് UO ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഔട്ടർ ഡയമീറ്റർ എടുക്കണം, DO എടുക്കണം. അതായത് ഈ സാധനം. ഇനി UI ആണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നതെങ്കിൽ ഇവിടെ DI എടുക്കണം. അതാണ് കാര്യം. ഇതിനകത്ത് എന്തായാലും സെയിം വാല്യൂ തന്നെ നമുക്ക് കിട്ടും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നിങ്ങൾ L കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ Lന്റെ വാല്യൂ കിട്ടും, ലെങ്ത് ഓഫ് ദ ഇത് കിട്ടും. ഇതുപോലെ നിങ്ങൾ കൗണ്ടർ ഫ്ലോയും കണ്ടുപിടിക്കുക. ഇപ്പൊ കൗണ്ടർ ഫ്ലോയുടെ ഇക്വേഷൻ ഇതേപോലെ ഡെൽറ്റ TLM ഇക്വേഷൻ കണ്ടുപിടിക്കുക, Qന്റെ ഇക്വേഷൻ അത് ഇട്ടിട്ട് കൊടുക്കുക, L കണ്ടുപിടിക്കുക. ആകെ ഡെൽറ്റ TLMന്റെ വാല്യൂ മാത്രമേ മാറത്തുള്ളൂ കൗണ്ടർ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അത് തനിയെ ചെയ്തു നോക്കുക. അപ്പൊ ഇതാണ് പ്രോബ്ലം. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്യേണ്ടത്, കൺസിഡർ ദ ഫോളോയിങ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. അതിന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കോൾഡ് ഫ്ലോ എൻഡേഴ്സ് അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ കോൾഡ് ഫ്ലൂയിഡിന്റെ ഹീറ്റ് കപ്പാസിറ്റി CC നമുക്ക് തന്നിട്ടുണ്ട് 20,000 വാട്ട് പെർ കെൽവിൻ. അതുപോലെ ഹോട്ട് ഫ്ലോ എൻഡേഴ്സ് അറ്റ് 150 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി CH തന്നിട്ടുണ്ട് 10,000 വാട്ട് പെർ കെൽവിൻ. ഏരിയ A is equal to 30 മീറ്റർ സ്ക്വയർ. അതുപോലെ U is equal to 500 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. U എന്ന് പറയുന്ന ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, അത് 500 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ആണ്. ഡിറ്റർമൈൻ ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആൻഡ് ദ എക്സിറ്റ് ടെമ്പറേച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റും കണ്ടുപിടിക്കണം, അതുപോലെ എക്സിറ്റ് ടെമ്പറേച്ചറുകളും കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക,
ഇത് LMTD മെത്തേഡ് വെച്ചിട്ടാണോ അതോ NTU മെത്തേഡ് വെച്ചിട്ടാണോ ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം LMTD ആയിരുന്നെങ്കിൽ 3 ടെമ്പറേച്ചറോ അല്ലെങ്കിൽ 4 ടെമ്പറേച്ചറോ തന്നേനായിരുന്നു, ചോദ്യത്തിൽ തന്നിരുന്നേനെ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ആകെ 2 ടെമ്പറേച്ചറേ തന്നിട്ടുള്ളൂ. അതായത് THIയും TCIയും THIയും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ 2 ഫ്ലൂയിഡിന്റെയും ഇൻലെറ്റ് ടെമ്പറേച്ചർ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോഴേ ഓർത്തോണം അത് NTU മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്ന് ഓർത്തോണം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. 14, 19. ഇവിടെ ഗിവൺ ഡേറ്റ ആദ്യം നമുക്ക് എഴുതാം. അപ്പൊ ആദ്യം ഇത് പാരലൽ ഫ്ലോ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ പാരലൽ ഫ്ലോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഗിവൺ ഡേറ്റ കോൾഡ് ഫ്ലൂയിഡ് എൻറ്റേഴ്സ് അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ TCI ആണ് 40 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ ഹോട്ട് ഫ്ലൂയിഡിന്റെ എൻട്രൻസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അത് 180 ആണ്. അപ്പം 150 ഡിഗ്രി സെൽഷ്യസ്. ഇനി CC തന്നിട്ടുണ്ട്, കോൾഡ് ഫ്ലൂയിഡിന്റെ ഹീറ്റ് കപ്പാസിറ്റി CC തന്നിട്ടുണ്ട്, അത് 20,000 വാട്ട് പെർ കെൽവിൻ ആണ്. അതുപോലെ ഹോട്ട് ഫ്ലൂയിഡിന്റെയും തന്നിട്ടുണ്ട് 10,000 വാട്ട് പെർ കെൽവിൻ തന്നിരിക്കുന്നു, CH തന്നിരിക്കുന്നു. അപ്പൊ ഇത് നോക്കുമ്പോൾ അറിയാം ഇതിൽ ഏതാണ് മിനിമം എന്ന് നമ്മൾ നോക്കണം. ഇത് NTU മെത്തേഡാണെന്ന് നമുക്ക് മനസ്സിലായി ചെയ്യേണ്ടത്. അപ്പൊ ഏത് NTU മെത്തേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് C മാക്സിമവും C മിനിമവും വേണം. അപ്പൊ നോക്കുമ്പോൾ മനസ്സിലാവും ഇതാണ് C മിനിമം, ചെറിയ വാല്യൂ ഇതാണ്. അതുപോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് C മാക്സിമം. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. C മിനിമവും അതുപോലെ C മാക്സിമം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബാക്കി ഏരിയ തന്നിട്ടുണ്ട്, ഏരിയ 30 മീറ്റർ സ്ക്വയർ ആണെന്ന് പറയുന്നു. അതുപോലെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് U എന്ന് പറയുന്നത് 500 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ആണെന്നും പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ NTU ആണ്. കാരണം ഇവിടെ 2 ടെമ്പറേച്ചറേ തന്നിട്ടുള്ളൂ. അപ്പോഴേ ഓർത്തോണം അവിടെ NTU മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ഇനി NTU മെത്തേഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് 2-3 ഫാക്ടേഴ്സിന്റെ ആവശ്യമുണ്ട്. അതിൽ ഒന്നാമത്തതാണ് NTUവിന്റെ വാല്യൂ അല്ലെങ്കിൽ Nന്റെ വാല്യൂ. Nന്റെ ഇക്വേഷൻ UA/C മിനിമം എന്നാണ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ അടുത്തത് കപ്പാസിറ്റി റേഷ്യോ. കപ്പാസിറ്റി റേഷ്യോ C എന്ന് പറയുന്നത് C മിനിമം ബൈ C മാക്സിമം ആണ്. അപ്പൊ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത ടേം ആണ് നമുക്ക് വേണ്ടത് എഫക്റ്റീവ്നെസിന്റെ വാല്യൂ. എഫക്റ്റീവ്നെസ് ഇത് പാരലൽ ഫ്ലോ ആണ്. പാരലൽ ഫ്ലോയുടെ എഫക്റ്റീവ്നെസിന്റെ ഇക്വേഷൻ നമുക്കറിയാം 1 - EXP - N into 1 + C the whole divided by 1 + C. അപ്പൊ ഇതാണ് പാരലൽ ഫ്ലോയുടെ എഫക്റ്റീവ്നെസിന്റെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ Nന്റെ സ്ഥാനത്തും സിയുടെ സ്ഥാനത്തും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ EXP എന്ന് പറഞ്ഞാൽ E⁻² എന്നുള്ള അർത്ഥമാണ്. E⁻² ആണ് ചെയ്യേണ്ടത് നിങ്ങൾ. അപ്പോൾ ഇതിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ എഫക്റ്റീവ്നെസിന്റെ വാല്യൂ കിട്ടും. ഇനി എഫക്റ്റീവ്നെസിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ NTUവിൽ Qന്റെ ഇക്വേഷൻ നമുക്കറിയാം എപ്സിലോൺ ഇൻറ്റു C മിനിമം ഇൻറ്റു THI മൈനസ് TCI. ഇതാണ് NTU മെത്തേഡ് വഴി Q കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. അപ്പോൾ എപ്സിലോൺ അറിയാം, C മിനിമം അറിയാം, THI TCI അറിയാം, നമുക്ക് Qവിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി. ഇനി രണ്ടാമത്തെ ചോദ്യം, അതിന്റെ കൂടെ തന്നെയുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത് എക്സിറ്റ് ടെമ്പറേച്ചേഴ്സ് ഓഫ് ദ ഫ്ലൂയിഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. എക്സിറ്റ് ടെമ്പറേച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ THOയും TCOയും ആണ് വേണ്ടത്. അപ്പൊ അതിന് ഹീറ്റിന്റെ നമ്മളെ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. ഹീറ്റിന്റെ ഇക്വേഷൻ MHCpH, അല്ലെങ്കിൽ അങ്ങനെ എഴുതുന്നില്ല, MHCpH ഞാൻ CH എന്ന് എഴുതി. CH ഇൻറ്റു THI മൈനസ് THO. ഇതിൽ ഹീറ്റിന്റെ വാല്യൂ അറിയാം, CHന്റെ വാല്യൂ അറിയാം, THIയുടെ വാല്യൂ അറിയാം. ഇത് സോൾവ് ചെയ്താൽ THO കിട്ടും. ഇതുപോലെ സിമിലർലി കോൾഡ് ഫ്ലൂയിഡിന്റെ ഇക്വേഷൻ എഴുതിയാൽ CC ഇൻറ്റു TCO മൈനസ് TCI. അപ്പൊ ഇത് സോൾവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് TCO, കാരണം Q അറിയാം, CC അറിയാം, TCI അറിയാം, TCOയുടെ വാല്യൂവും കിട്ടും. അപ്പോൾ ഇതാണ് NTU മെത്തേഡ് വഴി ചെയ്യുന്ന ഒരു കണക്ക്. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം.
പ്രോബ്ലം കൂടെ. ചോദ്യം ഇതാണ്. A chemical having a specific heat of 3.3 kilojoule per kilogram Kelvin at a rate of 20,000 kilogram per hour enters a parallel flow heat exchanger at 120 degrees Celsius. The flow rate of cooling water is 50,000 kilogram per hour with an inlet temperature 20 degrees Celsius. The heat transfer area is 10 meters square and the overall heat transfer coefficient is 1050 watt per meter square Kelvin. Find the effectiveness of the heat exchanger, outlet temperatures of water and the chemical. Take Cp of water is equal to 4.186 kilojoule per kilogram Kelvin. ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഇവിടെ ഒരു കെമിക്കൽ ഉണ്ട്. കെമിക്കലിന്റെ മാസ് ഫ്ലോ റേറ്റും അതിന്റെ Cp വാല്യൂ തന്നിട്ടുണ്ട്. അതൊക്കെ അതിന്റെ ടെമ്പറേച്ചർ, കയറുന്ന ടെമ്പറേച്ചർ 120 ഈ കെമിക്കലിനെ നമ്മൾ കൂളിംഗ് വാട്ടർ ഉപയോഗിച്ച് കൂൾ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറയുന്ന കെമിക്കലും കോൾഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കൂളിംഗ് വാട്ടറുമാണ്. അതിന്റെ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കുക, അതുപോലെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം NTU ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും 2 ടെമ്പറേച്ചറേ തന്നിട്ടുള്ളൂ, THIയും TCIയും മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് NTU മെത്തേഡാണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. Given data, problem 1420. Chemical having a specific heat of 3.3 kilojoule per kilogram Kelvin. The chemical having a specific heat. അപ്പോൾ ഇവിടെ കെമിക്കൽ ആണ് ഹോട്ട് ഫ്ലൂയിഡ്. അപ്പം ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കേസിൽ കെമിക്കലും കോൾഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വാട്ടറും ആണ്. ഇനി given ഡാറ്റയിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ഹീറ്റ് ഓഫ് കെമിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് CpH എന്ന് എഴുതാം. അത് 3.3 കിലോ ജൂൾ ആണ്. അപ്പം ഇൻറ്റു 10³ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അതുപോലെ അതിന്റെ റേറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ m.h എന്ന് പറയുന്നത് 20,000 കിലോഗ്രാം പെർ അവർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സെക്കൻഡ് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 3600 കിലോഗ്രാം പെർ സെക്കൻഡ്. അതുപോലെ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അത് ഇവിടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. പാരലൽ ഫ്ലോ ആണ് ചോദ്യത്തിൽ പറയുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. അതിന്റെ കയറുന്ന ടെമ്പറേച്ചർ, പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ കയറുന്ന ടെമ്പറേച്ചർ, അതായത് THI തന്നിട്ടുണ്ട്. THI എന്ന് പറയുന്നത് 120 ഡിഗ്രി സെൽഷ്യസ്. ദ ഫ്ലോ റേറ്റ് ഓഫ് കൂളിംഗ് വാട്ടർ ഈസ് 50,000 കിലോഗ്രാം പെർ അവർ. ഫ്ലോ റേറ്റ് ഓഫ് കൂളിംഗ് വാട്ടർ എന്ന് പറയുമ്പോൾ കോൾഡ് ഫ്ലൂയിഡ്, അതിന്റെ ഫ്ലോ റേറ്റ് m.c എന്ന് പറയുന്നത് 50,000 കിലോഗ്രാം പെർ അവർ. അപ്പം ബൈ 3600 കിലോഗ്രാം പെർ സെക്കൻഡ്. പിന്നെ CpC തന്നിട്ടുണ്ട്. കോൾഡ് ഫ്ലൂയിഡ്, അതായത് വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് അവസാനം കൊടുത്തിട്ടുണ്ട് 4.186 ഇൻറ്റു 10³ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. പിന്നെ തന്നിരിക്കുന്നത് ഏരിയ തന്നിരിക്കുന്നു. ഏരിയ A ഈസ് ഈക്വൽ ടു 10 മീറ്റർ സ്ക്വയർ. അതുപോലെ TCI തന്നിട്ടുണ്ട്. കോൾഡ് ഫ്ലൂയിഡ്, വാട്ടർ എൻ്റർ ചെയ്യുന്ന ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടോട്ട് നമുക്ക് എഴുതാം. TCI എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുന്നു. 20 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഏരിയ തന്നിരിക്കുന്നു. അതുപോലെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് U തന്നിട്ടുണ്ട് 1050 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി NTU മെത്തേഡ് ആണെന്നുള്ളത്. ഇനി അതിനുള്ള കാര്യങ്ങൾ, അപ്പോൾ NTU ആണ്, അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. NTU ആയതുകൊണ്ട് നമുക്ക് ആദ്യം വേണ്ടത് NTU അല്ലെങ്കിൽ N is equal to UA/C മിനിമം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇതിൽ ഏതാണ് C മിനിമം ഏതാണ് C മാക്സിമം എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് C മിനിമം എന്തോ എന്നുള്ളത് നോക്കുക. അപ്പം CH ആദ്യം കണ്ടുപിടിക്കുക. CH എന്ന് പറഞ്ഞാൽ
CPH, MH CPH. CH എന്ന് പറഞ്ഞാൽ MH CPH അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ CC കാൽക്കുലേറ്റ് ചെയ്യുക. CC എന്ന് പറയുമ്പോൾ M.C CPC അത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഏതാണ് ചെറിയ വാല്യൂ ഏതാണ് വലിയ വാല്യൂ എന്ന് നോക്കുക. അപ്പം ഇവിടുത്തെ കേസിൽ നമുക്ക് കിട്ടുന്നത് CH ആണ് C മിനിമം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ നോക്കുക, ഇത് C മിനിമം ആയിട്ടും ഇത് C മാക്സിമം ആയിട്ടും കിട്ടും. അത് ചെയ്ത് നോക്കി അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ. വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം CH C മിനിമം, അപ്പൊ CC C മാക്സിമം ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് നമുക്ക് NTU-ന്റെ വാല്യൂ. NTU എന്ന് പറയുമ്പോൾ N = UA/C മിനിമം അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ കപ്പാസിറ്റി റേഷ്യോ C = C മിനിമം ബൈ C മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തത് എഫക്റ്റീവ്നെസ്. അപ്പൊ ഇത് പാരലൽ ഫ്ലോ ആണ്. പാരലൽ ഫ്ലോയുടെ എഫക്റ്റീവ്നെസ് ഇക്വേഷൻ 1 - EXP - N × 1 + C the whole divided by 1 + C കാൽക്കുലേറ്റ് ചെയ്യുക. എഫക്റ്റീവ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക. എഫക്റ്റീവ്നെസ് കിട്ടിയാൽ നിങ്ങൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. Q = effectiveness into C minimum into THI minus TCI. ഇതാണ് ഇക്വേഷൻ. അപ്പൊ അതിൽ എഫക്റ്റീവ്നെസ് അറിയാം, C മിനിമം അറിയാം, THI TCI അറിയാം. Q കണ്ടുപിടിക്കുക. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാനല്ല, ഔട്ട്ലെറ്റ് ടെമ്പറേച്ചേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണെങ്കിൽ Q കണ്ടുപിടിച്ചതിന് ശേഷം Q ഹോട്ട് ഫ്ലൂയിഡിൽ അപ്ലൈ ചെയ്യുക. ഹോട്ട് ഫ്ലൂയിഡിൽ അപ്ലൈ ചെയ്താൽ CH × THI minus THO ഇക്വേഷൻ. Q നമുക്ക് കിട്ടി, CH-ന്റെ വാല്യൂ ഉണ്ട്, THI-യുടെ വാല്യൂ ഉണ്ട്. സോൾവ് ചെയ്താൽ THO-യുടെ വാല്യൂ കിട്ടും. അപ്പൊ അതൊരു ഉത്തരം. അതുപോലെ എഫക്റ്റീവ്നെസ് ഒരു ഉത്തരം. ഇതുപോലെ Q-ന്റെ സിമിലർലി Q = CC × TCO minus TCI. ഇതില് Q ഉണ്ട്, CC ഉണ്ട്, TCI ഉണ്ട്. സോൾവ് ചെയ്താൽ TCO-യുടെ വാല്യൂ കിട്ടും. അപ്പൊ ഇതാണ് NTU മെത്തേഡിന്റെ രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഈ മോഡൽ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിക്കൊള്ളുക.